അപ്പൊ അന്ന് ഞാൻ സാറിനോട് പറഞ്ഞു ഞാൻ ഒരുപാട് വലിയ എമൗണ്ടുകളിലേക്ക് അങ്ങനെ മാനിഫെസ്റ്റേഷന് പോകാറില്ല, ചെറിയ എമൗണ്ടുകളിലാണ് നിൽക്കുന്നതെന്ന്. പക്ഷെ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് ചെയ്തത് ഒരു കുറച്ച് വലിയ എമൗണ്ടാ അത്. പക്ഷെ എനിക്കൊരു ചിട്ടി അടിക്കുന്നതായിട്ടാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത്. കുറിച്ചിട്ടി അടിക്കുന്നതായിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്തത്. ഇന്ന് ഇത് 48 മണിക്കൂർ ആയില്ല അത് ചെയ്തതിന് മുൻപ്. അതിന്ന് എനിക്ക് 2 ലക്ഷം രൂപയുടെ ഒരു കുറിച്ചിട്ടി എനിക്കാണ് അടിച്ചത്. പക്ഷെ 2 ലക്ഷമായിട്ട് കയ്യിൽ കിട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് ആ ചിട്ടി കിട്ടിയത് 2 ലക്ഷം രൂപയാണ്. ഷിബു ഉണ്ട് അവിടെ. ഷിബു ചിട്ടി മാനിഫെസ്റ്റ് കിട്ടാൻ വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. കാരണം അത് വളരെ ഇതായിട്ടുള്ള കാര്യമാണ്. കാരണം പലർക്കും ഇത് വർക്ക് ചെയ്യുന്നു എന്നുള്ള ഡൗട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉറപ്പിക്കുക വർക്ക് ചെയ്യുന്ന തെളിവാണ് ശില്പ കാണിച്ചത്. വെരി ഗുഡ് ശില്പ. ഇനി കുറച്ച് ഇനി നമ്മളെ കളികളൊക്കെ കുറച്ച് വലിയ വലിയ കളികളിലേക്ക് ആക്കണേ. ഒരു കാര്യം കൂടെ ഉണ്ട് സാറേ, ഞാൻ പക്ഷെ കറക്റ്റ് രീതിയിലല്ല അത് സാറ് പറയുന്ന പോലെ എങ്ങനെ എന്ത് ക്ലിയർ ആയിട്ടൊരു മാനിഫെസ്റ്റേഷൻ ഒരു ലക്ഷ്യമില്ലാതെ ഞാനൊരു സാധനം മാനിഫെസ്റ്റ് ചെയ്തിരുന്നു. അതും എനിക്ക് കിട്ടി. പക്ഷെ അത് എമൗണ്ട് വളരെ കുറഞ്ഞു പോയി. ഞാനൊരു ലോട്ടറിയിൽ ഒരു തുക കിട്ടുന്നു. പക്ഷെ അത് എനിക്ക് ലോട്ടറി അടിക്കണം എന്ന് മാത്രമേ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തുള്ളായിരുന്നു. പക്ഷെ അത് എത്ര രൂപ എന്ന് ചെയ്തില്ല. പക്ഷെ 5000 രൂപ അടിച്ചു. അത് ഞാൻ അപ്പൊ ഗൂഗിൾ പേ നമ്പർ അറിയാലോ അല്ലെ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ 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 വണ്ടർഫുൾ ആണ്. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. ഇംപ്രൂവിങ്. ഇനി ശില്പയുടെ കേൾക്കേണ്ടത് 50 ലക്ഷം എന്ന് പറയുന്ന ആ ഒരു ലോട്ടറി മെഗാ ജാക്ക്പോട്ടിലേക്കുള്ള യാത്രയാണ് ഞാൻ കാണുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. താങ്ക് യു ശില്പ. ഒരു വണ്ടർഫുൾ വണ്ടർഫുൾ. ആ ഷെയറിങ് എന്താന്ന് വെച്ചാല് ഞാൻ എടുക്കുന്ന ഷെയറിങ്ങില് ഒരുപാട് ഇൻസ്പിറേഷൻ ഉണ്ട്. മറ്റുള്ളവർക്ക് കൊടുക്കാൻ സന്ദേശമുണ്ട്. ദിസ് ഇസ് പോസിബിൾ എന്ന് അവർക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റും. നമ്മൾ രണ്ടാമത് പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോട്ടറി അടിക്കണമെന്ന് മാത്രമേ വിചാരിച്ചിട്ട് എത്ര എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് അടിച്ചു, എത്ര എന്നറിയില്ല. ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം. പക്ഷെ സന്തോഷമാണ് അങ്ങനെ കിട്ടുന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു. ഹലോ സാർ. ആരാ നമ്മുടെ നന്ദി ക്ലാസ് കിട്ടി. പുഷ്പവല്ലി വാ പറ, ഒന്ന് കൃത്യമായത് പറഞ്ഞു. സാർ ഞാൻ അത്രയും മനസ്സ് വെച്ച് ഒരുപാട് ട്രൈ ചെയ്തു. എനിക്ക് ക്ലാസ് കിട്ടി. വളരെ സന്തോഷം സാർ, വളരെ സന്തോഷം. എന്താ പറയാ, സന്തോഷം. അല്ല, ആ സ്റ്റോറി ഒന്ന് പുഷ്പവല്ലി മുഴുവനായിട്ടൂടെ പറയാം. ആൾക്കാർക്കൊന്ന് മനസ്സിലായത് എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായത്. സ്റ്റോറി പറഞ്ഞേ സാർ. ഞാൻ ഇത് ക്ലാസ് തുടങ്ങിയ അന്ന് തന്നെ എനിക്ക് കിട്ടി. ക്ലാസ് കിട്ടി. ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത് അല്ലെ? അതെ. ക്ലാസ് കിട്ടി. 3 ദിവസം കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം എനിക്ക് കിട്ടുന്നില്ല. അതില് പാസ്വേഡ് മാച്ച് അല്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് കുറെ ദിവസമായി വളരെ മാനസിക പ്രയാസമായിരുന്നു. ഇവിടെ എല്ലാവരും നല്ല മാനിഫെസ്റ്റേഷൻ ഒക്കെ നടത്തി ഒരുപാട് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഈശ്വര എന്ന് എനിക്കും ലഭിക്കും എന്ന് ഒരുപാട് ആഗ്രഹിച്ചു. സാറിനോട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. നമ്മളെ കൂടെയുള്ള നമ്മുടെ സഹപാഠികളോട് സംസാരിച്ചു. എന്തായാലും ഇന്ന് സാറിന്റെ പ്രത്യേക സെഷൻ ഒരുപാട് അനുഗ്രഹം കിട്ടി, ക്ലാസ് കിട്ടി. ഒരുപാട് സന്തോഷം. നേരത്തെ കുറച്ച് നേരത്തെ നമ്മൾ സ്പെഷ്യൽ ഇതിനു വേണ്ടി സെഷൻ, ഞാൻ കൃത്യമായ സെഷൻ വെച്ച് പുഷ്പവല്ലി മാത്രം വിചാരിച്ചിട്ടോ നിങ്ങളുടെ വിഷയത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഞാൻ വൈകിട്ട് ഓടിപ്പിടിച്ച ആ സെഷൻ വെച്ചത്. എന്നിട്ട് നിങ്ങൾ വന്നപ്പോ തന്നെ നിങ്ങൾ പിടിച്ച് ഞാൻ ചോദിച്ചത് എന്താ നിങ്ങളുടെ വിഷയം ശരിക്കും. അത് പറഞ്ഞു തന്നപ്പോ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി എന്താ സംഭവിക്കുന്നത്. അത് നിങ്ങൾ അന്നേരത്തിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. നിങ്ങൾ സോറിയിലേക്ക് നിങ്ങൾ പോയി. അപ്പോഴും ഞാൻ തിരുത്തി, സോറി അല്ല പറയേണ്ടത്, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി. തിരിച്ച് നിങ്ങൾ പോയി ചെയ്തപ്പോൾ ഇത് കിട്ടിയല്ലോ. അപ്പോഴതിന്റെ അർത്ഥം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. കൃത്യമായ അലൈൻമെന്റ് നടക്കാത്തതുകൊണ്ടാണ് വർക്കാവാത്തത്. അലൈൻമെന്റ് നടന്നപ്പോ വർക്ക് ചെയ്യുന്നത് അല്ലെ? തീർച്ചയായിട്ടും. ഇത് ഇങ്ങനെ സിമ്പിൾ ആണെന്ന് പറയുമ്പോഴും നമ്മളെ സംബന്ധിച്ച് ഇത് സിമ്പിൾ ആണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് സിമ്പിൾ അല്ല. കാരണം കോഴ്സ് ജോയിൻ ചെയ്തു, നിങ്ങൾക്ക് മാത്രം കിട്ടുന്നില്ല, മറ്റുള്ളവർക്കും കിട്ടുന്ന പറയുമ്പോൾ നമുക്ക് ആകെ കൂടി മാനസികമായ വിഷയം ഉണ്ടാവും അല്ലെ? പക്ഷെ ഇത് കണ്ടോ, അത്രയും വിഷയങ്ങൾ പോലും സിമ്പിൾ ആയിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. വെരി ഗുഡ്. അപ്പൊ ഞാൻ ഇന്ന് 1 മണിക്കൂർ വൈകിട്ട്
എല്ലാവർക്കും വേണ്ടി ക്ലാസ് എടുത്തതിന് ഗുണം കിട്ടിയെന്നുള്ള എനിക്ക് മനസ്സിലായല്ലോ അല്ലേ? ഞാൻ ശരിക്കും പുഷ്പവല്ലി മാത്രമേ ഞാൻ ഉദ്ദേശിച്ചു, ഏറ്റവും കൂടുതൽ ഉദ്ദേശിച്ച പുഷ്പവല്ലി തന്നെയാണ്. താങ്ക് യു ഇത് സർ. ഞാൻ ഇന്റൻഷൻ വെച്ചിട്ട് തന്നെ വന്ന. താങ്ക് യു. അപ്പൊ എല്ലാവരും ഒരു ലവ് കൊടുത്ത പുഷ്പവല്ലിക്ക് സന്തോഷം, സ്നേഹം എല്ലാവരും നൽകി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇനി ആർക്കാ ഒരു കാര്യം കൂടി പറയേണ്ടത്? നമ്മൾ കാലിന്റെ ആരോ പറഞ്ഞ ഷീന, നേരത്തെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് കണ്ടിരുന്നു, ഞാൻ കേട്ടിരുന്നു. അവരില്ല ഇവിടെ. ആരാ? സജിനല്ലേ പറഞ്ഞേ? സജിന ഉണ്ട് ഇവിടെ? ഇല്ലല്ലേ? ആ സജിന പറഞ്ഞോ. അത് അല്ല, സജിനയ്ക്കായിരുന്നു വിലക്ക് നടന്നത്. അതെ അതെ അതെ, സജിന കാലിന് ഉപ്പറ്റിക്ക് വേദനയായിരുന്നു. സോ വാട്ടർ ടെക്നിക് ത്രൂ ആ വേദന പോയിന്ന് പറഞ്ഞുണ്ടായിരുന്നു. അതെ, ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു നമ്മളെ ഇതായിട്ട്. ഓക്കെ, സജിന വന്നു കഴിഞ്ഞാൽ ചോദിക്കാം നമുക്ക് എന്താ സംഭവിച്ചു ഒന്നുകൂടി. സജിനയോട് വന്നിട്ട് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? മാനിഫെസ്റ്റേഷൻ എന്തെങ്കിലും സംഭവിച്ചതായിട്ട്? ഓ, എനിക്കൊരെണ്ണം പറയാനുണ്ട് സാറേ. ആ സിനി പറഞ്ഞോ. സാറേ, നമ്മുടെ മെഡിറ്റേഷൻ ക്ലാസ്സിലെ നമ്മുടെ അഫർമേഷൻ എഴുതുന്നതിനകത്ത് എന്റെ ചേച്ചിയുടെ മോൻ വെറ്റിനറിക്കാ പഠിക്കുന്നേ. ഫസ്റ്റ് ഇയർ ആയിരുന്നു. അപ്പൊ ഞാൻ അവനും അവന്റെ കോളേജിലുള്ള എല്ലാ കുട്ടികളും പാസ്സാകാൻ വേണ്ടി എഴുതിയിരുന്നേ. അപ്പൊ റിസൾട്ട് വന്നു, അവരുടെ കോളേജിലെ എല്ലാ കുട്ടികളും പാസ്സായിട്ടുണ്ട്. ആ അതെ സാറേ. പിന്നെ എനിക്ക് 2-3 ദിവസം ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല സാറേ. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ഒരു കുഞ്ഞ് ബാംഗ്ലൂർ വെച്ച് ട്രെയിനിന്ന് വീണു മരിച്ചു പോയായിരുന്നു. 22 വയസ്സേ ഉള്ളായിരുന്നു. 2-3 ദിവസം ഞാൻ കേറിയില്ല. 22 വയസ്സായ കുഞ്ഞിലേക്ക് പോവാ. അതെ. ഇനിയും ഇതുപോലെ ഇനി എഴുതുമ്പോ സാറിന്റെ പേരൊക്കെ എഴുതിക്കോട്ടെ. മാനിഫെസ്റ്റേഷൻ സാറും കൂടി വേറെ 2 തളം കൂടി ഉണ്ട് സാറേ, അതാകുമ്പോ പറയാം. ഓക്കെ 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 സാർ. അപ്പോ ഇന്ന് പറയാൻ ഉള്ളവരുണ്ട്, പെട്ടെന്ന് പറഞ്ഞോ. നാളെ നിങ്ങൾ ഈ 100 പേരും വന്ന് പറയാനുള്ള പരിപാടിയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. 100 പേര് നാളെ പറയേണ്ടി വരും. നാളത്തെ സെഷൻ ഉള്ളി നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മാത്രമേ ഇപ്പോ. പിന്നെ പറയാൻ സമയം കിട്ടില്ല. ഇപ്പൊ പറഞ്ഞോ പെട്ടെന്ന്. സാറേ, ഞാൻ ഹോസ്പിറ്റലിലാണ് കുറെ ദിവസമായിട്ട്, 15 ദിവസമായിട്ട്. ഞാൻ സാറിന് മെസ്സേജ് അയച്ചിരുന്നു. എന്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിലാണ്, 25 ദിവസമായി. എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ പുള്ളി ഓൾറെഡി സ്ട്രോക്ക് പേഷ്യന്റ് ആണ്. അതിനുശേഷം ഒന്ന് വീണ് ഇടുപ്പല്ല് പൊട്ടിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കിന്നിന്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഒന്ന് പോയതാണ്. പോയ വഴിയിൽ പുള്ളിക്ക് വയ്യാണ്ടായി. അന്ന് മുതൽ ഐസിയുവും വാർഡുമായിട്ട് ഇങ്ങനെ മാറിയും തിരിഞ്ഞും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഐസിയിലാണുള്ളത്. എനിക്ക് നല്ല ചുമയായിട്ട് ഇന്നലെ വൈകിട്ട് ഞാനിങ്ങോട്ട് വീട്ടിലേക്ക് പോന്നു. ഇപ്പൊ മോൻ മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റലില്. ഡോക്ടർമാരോരോ നാട്ടിലോട്ടും മാറി മാറി പറഞ്ഞ് അങ്ങനെ പോവാണ്. പെട്ടെന്ന് സുഖമായി വരാൻ വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാം. പെട്ടെന്ന് സുഖമായി വരട്ടെ. ഇത്രയും പെട്ടെന്ന് സുഖമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് റിലീസായി വരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ ആമീൻ ആമീൻ. ഓക്കെ, താങ്ക് യു. പെട്ടെന്ന് സാർ, ഒരു 3 കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങളുണ്ടോ? പെട്ടെന്നായിക്കോട്ടെ. അതായത് എന്റെ വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ പൊല്യൂഷന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വണ്ടി കഴിഞ്ഞ പ്രാവശ്യം ഓയിൽ ചേഞ്ച് ചെയ്ത് കിട്ടിയില്ല. അപ്പൊ ഇന്ന് രാവിലെ പോയി ടെസ്റ്റ് ചെയ്തു. ഫസ്റ്റ് ചാൻസിൽ ഫെയിലായി എന്ന് പറഞ്ഞാൽ ഫെയിൽ ആക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ദൂരം ഓടിച്ചു വന്നപ്പോ ആ ടെസ്റ്റ് ഞാൻ എടുത്തു. അതെനിക്ക് കിട്ടും എന്റെ മനസ്സ് പറഞ്ഞു. അത് കറക്റ്റ് ആയിട്ട് അത് കിട്ടി. പിന്നെ ഒരു 2 വർഷമായിട്ട് എനിക്ക് ടെമ്പിളിൽ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ. എനിക്ക് മോൻ ജനിച്ചിട്ട് ഇപ്പോ ഒരു 10 മാസം 11ാമത്തെ മാസം ആവുന്നൊക്കെ. അപ്പോ മൃദംഗശൈലശ്രീ ടെമ്പിളിൽ പോകാൻ വേണ്ടി ഞാൻ കുറെ ദിവസങ്ങളായി ഇങ്ങനെ കാണുന്നുണ്ട്, മനസ്സിൽ ഇങ്ങനെ കാണുന്നുണ്ട് അമ്പലത്തിൽ പോകുന്ന കാര്യങ്ങൾ. പക്ഷെ ഏകദേശം 2 വർഷമായി പോയിട്ട്. അപ്പൊ അത് ഇന്ന് സാധിച്ചു. അതുകൂടാണ്ട് ദക്ഷിണകാശി കൊട്ടിയൂർ ടെമ്പിളിലും ഇന്ന് പോകാൻ പറ്റി. അവിടെ പോയി വൈകുന്നേരം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിലെത്തി. അത് കുറച്ച് ദിവസങ്ങളായി എന്റെ മൈൻഡിൽ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളാണ്. അതിന് യാദൃശ്ചികമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടിയിട്ട് ഇന്ന്
എന്താ പറയാ ഭംഗിയായിട്ട് അങ്ങ് നടന്നു. മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ വിജിൽ ഈ സമയത്ത് എന്തുകൊണ്ടായിരിക്കാം പോയത്? അതിന്റെ നിമിത്തം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, അത് മാത്രല്ല സാറേ, ഞാൻ ഇന്ന് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ 2 വർഷത്തിനടുത്തായി ഞാൻ അവിടെ ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആയിട്ട്. അപ്പൊ മോൻ ജനിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി ഒരു വിളക്ക് കൊടുക്കും എന്നുള്ളൊരു സങ്കല്പം മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എത്രയോ മാസങ്ങളായിട്ട് എനിക്ക് എന്താ പറയാ അതിനോട് പറ്റിയിട്ടില്ല. ബാക്കിയുള്ള എല്ലാ പറശ്ശിനി പോയി, അങ്ങനെ അടുത്തുള്ള കുറെ ടെമ്പിളുണ്ട്, കുടുംബക്ഷേത്രം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി നിറവേറ്റാൻ പറ്റിയിരുന്നു. ഇനി 2 കൂടി ഉണ്ട്. അത് ഒന്ന് ശബരിമലയാണ്, രണ്ടാമത്തത് ഇവിടെയാണ്. ഈ ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത അറിയാവോ? കേരളത്തിൽ ആ ക്ഷേത്രത്തിൽ പ്രത്യേകത അവിടുത്തെ ദേവീനെ കട്ടുകൊണ്ട് പോയിട്ട് നമ്മളെ അലക്സാണ്ടർ ജേക്കബ് സാർ ഇതിനെ പറ്റിയിട്ട് പ്രബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഥയല്ല, ആ ക്ഷേത്രത്തിന് പ്രത്യേകതയുണ്ട്. എന്ന് ജലജ അവിടെ കഴിഞ്ഞ ആഴ്ച പോയിട്ട്, ജലജ ഉണ്ട് അവിടെ അല്ലെ? കഴിഞ്ഞ ആഴ്ച പിന്നെ ആരാ ജലജ പോയതോ പ്രസീദ് ആരാ പോയത്? ഫോട്ടോ അയച്ചെന്നിരിക്കും. ആ ക്ഷേത്രത്തിന് വേറൊരു പ്രത്യേകത കിട്ടും, അത് കുറച്ചൊന്ന് പഠിച്ചു നോക്കണം. നിങ്ങളുടെ ഈ ജേണിയും അതിലേക്കുള്ള കണക്ടിവിറ്റി, അതിലേക്ക് ഇപ്പോൾ നിങ്ങൾ പോകാനുള്ളതുമായിട്ടൊരു കാരണമുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, വിജിൽ നിന്ന് കിട്ടും. അത് വളരെ ശ്രദ്ധ. രണ്ടാമത്തെ കാര്യം പറഞ്ഞു. പിന്നെ ഇന്ന് ഞാൻ 111 എന്ന് പറഞ്ഞിട്ട് ഒരു 100-ന് അടുത്ത് ഏകദേശം കണ്ടിട്ടുണ്ടാവും വണ്ടിയുടെ നമ്പർ. അതുകൂടാതെ 888 കണ്ടിട്ടുണ്ട്, 333 കണ്ടിട്ടുണ്ട്, 222 കണ്ടിട്ടുണ്ട്. എന്താണ് ഇതിന്റെ സൈൻ എന്നുള്ള കാര്യം? 11ന്റെ സൈൻ എന്താണെന്നറിയോ? നമ്മളെ പുതിയ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യാൻ അതിനുള്ള എല്ലാ ഇതും കിട്ടും എന്നുള്ള ഒരു ഇതാണ്. എന്തിനു വേണ്ടിയാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ പോകുന്നതെന്ന് അറിയാം? എന്തിനാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തേണ്ട ആവശ്യകത എന്നറിയാവോ? ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഇല്ല, അറിയില്ല. അതും ഈ 111ഉം ഇപ്പോൾ വിജിൽ പോകുന്ന പാത്തും തമ്മിൽ ഒരേ കണക്ടിവിറ്റി ഉള്ളത്. ഓക്കെ, അപ്പൊ 888 ഞാനൊരു 7 ടൈംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പൈസ മണി വരുന്നതാണ് 888. അല്ലേ? നിങ്ങളെല്ലാവരും ഒരു കാര്യം എളുപ്പത്തിൽ പറഞ്ഞു പറയാം, നിങ്ങൾ എല്ലാവരും 888 കാണുമ്പോൾ ഉറപ്പിക്കുക നിങ്ങളിലേക്ക് ധനം വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ രണ്ടാമത് നിങ്ങൾ ഓർക്കേണ്ട സാധനം, ഒരു ഗൂഗിൾ പേ നമ്പർ ആരും മറക്കരുത്. ഓക്കെ, ഞാനത് എന്തായാലും ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും. ഞാൻ അതിനൊരു കണക്ടിവിറ്റി പറഞ്ഞു തന്നേ ഉള്ളൂ, വേറെ ഒന്നും അല്ല കേട്ടോ. ഓക്കെ സാറേ, അപ്പൊ 333 എന്താണ്? നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുന്നുണ്ട്. ക്ലാസ് അതൊക്കെ ഉണ്ട്. വേറെ ആർക്കും എന്തുകൊണ്ടോ ക്വിക്കായിട്ട് ക്ലാസ്സിൽ പോവാം. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി വിശദീകരിക്കാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ സാർ? എനിക്ക് ഒരു വീട് സംബന്ധിച്ച് ലോൺ ഉണ്ടായിരുന്നു കോഴിക്കോട് കാലിക്കറ്റ് സിറ്റി കോപ്പറേറ്റീവ് ബാങ്കില്. അത് ലോൺ ഓൾറെഡി ആയി ഒരുപാട് വിഷയങ്ങളായി കേസായി കിടക്കുക. അപ്പൊ അത് ഇങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഇപ്പൊ ഇന്നലെ എന്നെ അവിടുത്തെ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞാല് ഒരു ഗഡു ഒരു ചിട്ടിയായിരുന്നു, 4 ചിട്ടിയായിരുന്നു. അതിൽ ഒരു ചിട്ടിയെങ്കിലും കൊണ്ടുപോയി അടച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇത് ക്ലിയർ ആവും, പെട്ടെന്ന് നിങ്ങൾക്ക് വേറെ വിഷയങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞാൽ എന്നും അത് പിന്നെ നമ്മളെ കൃത്യമായിട്ട് യൂണിവേഴ്സ് ആയിട്ട് അതിരാവിലെ 4 മണിക്ക് ഞാൻ എന്ത് ചെയ്യലുണ്ട്, പ്രാർത്ഥിക്കലുണ്ട്, ഓപ്പണപ്പോ പറയാറുണ്ട്. അപ്പൊ അതിൽ വന്നിട്ടുള്ള ഫോൺ നമ്പർ ലാസ്റ്റ് 111 ആണ്. അപ്പം എനിക്ക് തോന്നുന്നു സ്റ്റോറി ഫുള്ള് പറഞ്ഞ് കേസിലാണോ പ്രോപ്പർട്ടി? അതെ. കേസിലാണെങ്കിൽ ഇപ്പൊ കേസ് നിങ്ങൾ വക്കീലിനെ വെച്ചോ? വെച്ചു. അപ്പൊ നിങ്ങൾ പോയിട്ട് പേയ്മെന്റ് ചെയ്താൽ എന്ത് സംഭവിക്കുന്ന അറിയാലോ? അതെ, അറിയാം. വക്കീലോട് ബന്ധപ്പെട്ടിട്ട് മാത്രമേ പോകാവൂ. അതെ പോവുള്ളൂ. ഞാൻ വക്കീൽ പറഞ്ഞിരുന്നു പോകാൻ വേണ്ടിട്ട്. അതല്ല, ഇത് ഇന്നലെ യാദൃശ്ചികമായിട്ട് അവര് വിളിച്ചതാണ്. അല്ല, ഞാൻ പറഞ്ഞത് അതിന് നിയമപരമായ കാര്യം പോയി നോക്കണം. അതെ. നിങ്ങൾ പോയിട്ട് ആ പേയ്മെന്റ് ചെയ്യാത്ത പേയ്മെന്റ് കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ആ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ അതിന് എന്താണ് ലീഗൽ ആയിട്ടുള്ള വശമെന്ന് വക്കീലിനോട് ചെക്ക് ചെയ്യണം.
വക്കീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സെറ്റിൽമെന്റ് ചെയ്ത് കൊടുക്കും ചിലപ്പോഴേ. 1 ടൈം സെറ്റിൽമെന്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കും. അങ്ങനാണെങ്കിൽ അത് സംസാരിച്ച ശേഷം അടയ്ക്കാവൂ. സംസാരിച്ച ശേഷം മാത്രമേ അടക്കാവൂ. യെസ് സർ, അത് 1 ടൈം സെറ്റിൽമെന്റ് വലിയ എമൗണ്ട് ആയതുകൊണ്ടേ അവര് സംസാരിച്ചിരുന്നു. അപ്പൊ അവര് ഇന്നലെ ആയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ 4 ചിട്ടിയിൽ 1 ചിട്ടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റു നിയമ നടപടികളൊന്നും വരാതെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് അല്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെടുത്ത് ചാടി പോവാതെ അത് വക്കീലുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് കൃത്യമായ നിയമവ്യവസ്ഥയിലൂടെ മാത്രമേ പോവാവൂ. ഇല്ലെങ്കിൽ ആ കാശ് വീണ്ടും അവിടെ നിങ്ങളുടെ പഴയതിലേക്ക് പോകും. എനിക്കതിന്റെ നിയമം അതറിയില്ല, പക്ഷെ നോർമലി അങ്ങനെ ചാടരുത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ല, അവരെന്താണെന്ന് അറിയാമോ സർ? 3 തവണയിൽ കൂടുതലായാലും NPA കാണിക്കും, നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് കാണിക്കും. അപ്പൊ അത് അവർ ബാങ്കിന് പ്രശ്നമാണ്. അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇൻസ്റ്റാൾമെന്റ് അടപ്പിക്കുന്നത്. അതാണ് അതിന്റെ വിഷയം. ശരി, ഓക്കെ. വേറെ ഉണ്ടോ? ഇല്ലെങ്കിൽ പെട്ടെന്ന് പോവാം ക്ലാസ്സിലേക്ക്. ആരാ പറയാണ്ട് പറഞ്ഞോളൂ. എനിക്ക് വണ്ടിയാണ് എന്റെ വണ്ടി ഫീൽഡാണ്. വണ്ടി ഫീൽഡാണ് എന്റേത്. ഞാൻ വണ്ടി ഓടിക്കുവാണ്, സ്വന്തമായിട്ട് വണ്ടിയുണ്ട്. അത് പെട്ടെന്ന് ഓട്ടോ അങ്ങോട്ട് വിളിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് അങ്ങോട്ട് ഒരു ഇതായിപ്പോയി. അപ്പം തീരെ കുറവായി. അതെന്താണ്? അതുപോലെ തന്നെ കൂടുതൽ പൈസ കിട്ടാനൊക്കെ ഒരു മടി കാണിക്കുന്നവർ തരാനൊക്കെ. എന്നുവെച്ചാൽ ഞാൻ വണ്ടി ടിപ്പറാണ്, കൺസ്ട്രക്ഷൻ വർക്കുകൾക്കാണ് സാധനം അടിച്ചു കൊടുക്കുന്നത്. അപ്പം സാമ്പത്തികം കിട്ടാനൊക്കെ ഒരു ചെറിയ തടസ്സങ്ങൾ കാണും. അതുപോലെ ഓട്ടോ ഇപ്പൊ കിട്ടാൻ തടസ്സങ്ങൾ കാണും. എന്താണ് ഞാൻ ചെയ്യുന്നത്? മെഡിറ്റേഷൻ വരാറുണ്ടോ? എന്തോ മെഡിറ്റേഷൻ വരാറുണ്ടോ? ഉണ്ട്, വരാറുണ്ട്. മെഡിറ്റേഷൻ ഉണ്ടല്ലോ. നാളത്തെ ഒരു അഫർമേഷൻ തരാം, പ്രാക്ടീസ് ചെയ്തോളൂ. നാളെ ഇപ്പൊ ഇന്ന് ഓട്ടോ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. എത്ര വണ്ടിയുണ്ട്? വണ്ടി 2 എല്ലാം കൊടുത്തു. ഞാൻ ഇപ്പൊ ഒരെണ്ണേ ഉള്ളൂ. അല്ല, ഉണ്ടായ കഥയല്ലേ, ഇപ്പൊ എത്ര വണ്ടി ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരെണ്ണേ ഉള്ളൂ. ആ വണ്ടി നല്ല കണ്ടീഷനാണോ? ഓടുന്ന കണ്ടീഷനാണോ? അതെ. അപ്പൊ നാളെ 11 മണിയാകുമ്പോഴേക്കും ഒരു ഓട്ടം കിട്ടിയാ പോവോ? പോവല്ലോ. അപ്പൊ ആ ഷർട്ടെല്ലാം ഇസ്തിരിട്ട് വെച്ചേ. എന്തോ? ഷർട്ടും മുണ്ടൊക്കെ ഒന്ന് ഇസ്തിരിട്ട് വെച്ചേക്കുന്നു. ഓക്കെ, ശരി, തുടങ്ങാം. വരുന്നില്ല, അപ്പൊ നമുക്ക് തുടങ്ങാം. 143 പീപ്പിൾസ് ആർ വെയിറ്റിംഗ് ഫോർ അസ്. ഇത്രയും ആളുണ്ടായിട്ടും എത്ര പേരാ ക്യാമറ ഓൺ ചെയ്തത്? നമുക്ക് ഇവിടെ ക്യാമറ ഓൺ ചെയ്യാത്ത ആൾക്കാരെയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് അവരോട് നാളെ ചോദിക്കണം, നിങ്ങൾക്ക് ഫോണിൽ ക്യാമറ വർക്ക് ചെയ്യുന്നില്ലെന്ന് ചോദിക്കണം. ഇപ്പൊ കുറച്ചൊക്കെ ആൾക്കാർ ഇങ്ങനെ ഓപ്പൺ ആവുന്നുണ്ട്, കുറച്ചൊക്കെ ഓൺ ആവുന്നുണ്ട്. ഞാനിതൊന്ന് കാരണം നിങ്ങൾക്ക് ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഞാൻ ഇന്ന് സാറിന്റെ ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഇത് ആരിപ്പോ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഐഷ. ഓക്കെ, ഐഷ. എവിടെ നിന്നാണ് ഐഷ സംസാരിക്കുന്നത്? എറണാകുളം. ഓക്കെ, താങ്ക് യു, വെൽക്കം. പറഞ്ഞോളൂ ഐഷ. അല്ല, ഡെയിലി ഞാൻ സാറിന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട്. ഇന്നാണ് ഇപ്പം എനിക്ക് അതിനുള്ള സമയം എത്തത്. സാറിന്റെ ഇതിലേക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ള സമയം ഇന്നാണ് ആയത്. താങ്ക് യു. തീർച്ചയായിട്ടും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാ. സമയമുണ്ട്, അതെ, കറക്റ്റ്. നല്ല യൂസ്ഫുൾ ആണ് സാറിന്റെ ഓരോ വാക്കുകളും. താങ്ക് യു. എനിക്ക് മെഡിറ്റേഷനിൽ ചേരാൻ എന്താ ചെയ്യേണ്ടത്? മെഡിറ്റേഷൻ ചേരാൻ അഡ്മിൻ തരുമല്ലോ, നമ്പർ തരുമല്ലോ. അഡ്മിനെ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. സാറിന് ചാറ്റ് ബോക്സിൽ നമ്പർ ഷെയർ ചെയ്യാം. അതായത് നമ്പർ എഴുതി എടുത്തോളൂ ആയിഷ. എന്നിട്ട് അവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നാളെ രാവിലത്തേക്ക് ചേരാനുള്ള നടപടി ഉണ്ടാക്കി തരും. ഓക്കെ, താങ്ക് യു. രാവിലെ
സാറേ ആ സാറേ എനിക്കും ആ നമ്പർ ഞാനും എഴുതിയെടുക്കട്ടെ? എല്ലാവരും എഴുതിയെടുത്തോ, എല്ലാവർക്കും ഉള്ളതാണല്ലോ. നമ്പർ ഏതിലാണ് ഉള്ളത് സാർ? ചാറ്റ് ബോക്സിലുണ്ടല്ലോ. ഓക്കെ. ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ക്യാമറ ഓൺ ചെയ്താൽ കട്ടായി പോവുകയാണ്. ഓക്കെ, അപ്പൊ ഓൺ ചെയ്യണ്ട, കുഴപ്പമില്ല, കട്ടാതിരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. സർ, ഇന്ന് അരുൺ സാർ എന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു, മെസ്സേജ് അയച്ചിരിക്കുന്നു. സാർ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. ഞാൻ കോണ്ടാക്ട് ചെയ്യണ്ട, അത് അവിടുന്ന് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യട്ടെ. ഞാൻ ഇവിടുന്ന് കൊടുക്കേണ്ട കൊടുത്തു വെച്ചിട്ടുണ്ട്. ശരി ശരി ശരി. അല്ല, അവിടുന്ന് വർക്ക് ചെയ്ത് വരണം ആ സാധനം. അത് വന്നോളൂ കേട്ടോ. സർ, വിജയാണ്. വിജി പറഞ്ഞോ. ഞാൻ ഇന്ന് സാറിന് പേഴ്സണലായിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടി വിചാരിച്ചതേ ഉള്ളൂ. അപ്പൊ സാറിന് നേരത്തെ ഞങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റി. മകന് വേണ്ടിയിട്ടായിരുന്നു. ഞാനത് ചേച്ചിയോട് പറയുകയും ചെയ്തതാ. ഞങ്ങൾക്ക് സാറിന് പേഴ്സണലായിട്ട് കണ്ടിട്ട് മകനെ എങ്ങനെയെങ്കിലും ഇതിലേക്ക് ഇതാക്കണം എന്നുള്ള അത് ഭയങ്കര എനക്കൊരു പോസിറ്റീവായിട്ട് എനക്കതൊരു ഇത് അത് പറയണം എന്ന് വിളിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. മകൻ എവിടെ എന്നിട്ട് വന്ന മകൻ വന്നോ? മകന് മെസ്സേജ് നിങ്ങൾ ഈ ലിങ്ക് മകന് സ്ഥിരം അയച്ചു കൊടുക്കും. അവൻ വന്നോളൂ. എന്നെ കാണുമ്പോ തന്നെ അവൻ വന്നോളൂ. നിങ്ങൾ പേടിക്കണ്ട, അയച്ചു കൊടുത്ത്. അല്ല, ഇവിടെ തന്നെ ഉണ്ട്. സുഖമില്ലാത്തത് കൊണ്ട് കോളേജിൽ നിന്ന് ലീവ് എടുത്തിട്ട് വന്നതാ. ഓക്കെ ഓക്കെ, അവനോട് ഇരിക്കട്ടെ. ഞാൻ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ വിളിക്കാൻ പോണ്ട, അവൻ വരും. അവൻ വരും. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിൽ പോവാം. ആർക്കൊന്നുമില്ല, എല്ലാവരും ക്യാമറ മ്യൂട്ട് ചെയ്തോളൂ. എല്ലാവരും ബുക്കും പേപ്പറും എടുത്ത് ബുക്കും പേനയും എടുത്ത് വെച്ചോളൂ. ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഈ സാധനം ഇത് സെഷന്റെ ലാസ്റ്റ് കിട്ടുന്ന സാധനം നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതം അടിപൊളിയായിരിക്കും. പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കുറച്ച് ടെക്നിക്കൽ പഠിക്കേണ്ടി വരും. ഇത്ര മാത്രം ഞാനിപ്പോ പറയുന്നുള്ളൂ. എല്ലാവർക്കും അൺമ്യൂട്ട്. ആ മരിച്ചു പോകുന്ന ആ ഭാഗത്തെ എനർജിയാണ് വേദന ഉണ്ടാക്കുന്നത്. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും നിങ്ങളെ ഊർജം കൃത്യമായി വർക്ക് ചെയ്യാൻ എല്ലാ സെൽസുകൾ വർക്ക് ചെയ്യും, പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഈ ഡെഡായ ഭാഗത്തേക്ക് നല്ല രീതിയിലുള്ള പ്രാണൻ പ്രവഹിക്കുകയും അപ്പോൾ ആ ഭാഗത്തെ വേദനകളെല്ലാം ഇല്ലാതാവുകയും ചെയ്യുന്നത് സിമ്പിൾ പ്രോസസ്സാണ്. ഒരാളുടെ കാലുവേദന, ഉപ്പൂറ്റിയുടെ വേദന കുറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ കുറച്ച് ദിവസമായി മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ മാറി എന്ന് പറഞ്ഞിട്ട് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ മാറി എന്ന് വെച്ചാൽ നേരത്തെ ഒരു സഹോദരി ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചത്. അപ്പോ ഈ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം കണക്റ്റഡ് ആണ് ബിക്കോസ് ഓഫ് യുവർ പ്രാണാസ്. ഇപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഇതൊന്നുമല്ല. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി പറഞ്ഞത്. എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ സംഭവിക്കുന്നു, എന്താണ് എന്റെ കടത്തിന് കാരണം, എന്താണ് എന്റെ സങ്കടത്തിന് കാരണം, എന്തുകൊണ്ട് എന്റെ ബന്ധത്തിന് വിഷയം സംഭവിച്ചു, എന്തുകൊണ്ട് എനിക്ക് കച്ചവടം വരുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് ദുഃഖം മാത്രം ഉണ്ടാവുന്നു, എന്തുകൊണ്ട് എനിക്ക് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല എന്നതിന്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് നിങ്ങളിലുള്ള ഊർജത്തിന്റെ പ്രവാഹം ശരിയല്ലാത്തത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പല വിഷയങ്ങളും ഉണ്ടാകാം. അത് കുറെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയിലൊക്കെ പോയി കണക്ട് ചെയ്ത് പറയേണ്ടി വരും. അങ്ങനെ പറയാൻ പറ്റില്ല. ഇത്രമാത്രം മനസ്സിലാക്കുക, നിങ്ങൾക്ക് സന്തോഷകരമായ അവസ്ഥയല്ല ഉള്ളതെങ്കിൽ ശരിയായ ഊർജ പ്രവാഹമാണ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതെങ്കിൽ അതിന് ഒരു മീനിങ്ങേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും, എപ്പോഴും സന്തോഷത്തിലായിരിക്കും. കാരണം നമുക്ക് ദുഃഖം വരുന്നത് എപ്പോഴാണ്? എവിടെയെങ്കിലും വേദനയോ നമ്മൾ വിചാരിച്ച കാര്യമോ നേടാതിരിക്കാൻ പറ്റുമ്പോഴാണ് ദുഃഖം ഉണ്ടത്. എല്ലാം നേടുമ്പോൾ നമുക്ക് സന്തോഷം മാത്രമായിരിക്കും. അപ്പൊ ഇങ്ങനെ ഏതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ അകത്തുള്ള ഊർജവൽക്കരണം, അത് അലൈൻമെന്റ്സ് ഓഫ് എനർജി എന്ന് പറയും. അലൈൻമെന്റ്സ് ഓഫ് എനർജി ശരിയല്ല എന്നുള്ളത്. അതിന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഇപ്പൊ പറഞ്ഞു പോകാം, സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകാം. എന്നിട്ട് നമുക്ക് എങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ എളുപ്പത്തിൽ ചെയ്യാമെന്നും പറയാം. മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ശരീരത്തിന് വിവിധ തരമായ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ നോർമൽ ശരീരത്തിന്റെയും മനസ്സിന്റെ അവസ്ഥ മാത്രം പറയുകയാണ് ചെയ്യുന്നത്. നോക്കൂ, നമുക്ക്
നമുക്ക് എപ്പോഴും വൈബ്രന്റ് ആയിട്ട് അല്ലെങ്കിൽ ഊർജ്ജത്തോടെ നിൽക്കാനാണ്, ഉന്മേഷവാനായി നിൽക്കാനാണ് താല്പര്യം, അല്ലെ? എല്ലാവരും ആഗ്രഹം അത് തന്നെയാണ്. ഈ ഉന്മേഷവാനായി നിൽക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എപ്പോഴും എനർജൈസ് ചെയ്ത് നിൽക്കണമെങ്കിൽ കോശങ്ങളിലേക്കുള്ള എല്ലാ കോശങ്ങളിലേക്കുള്ള ഊർജ പ്രവാഹം അല്ലെങ്കിൽ നമ്മുടെ ഓക്സിജൻ അളവ് അല്ലെങ്കിൽ കൃത്യമായി വെള്ളവും ഓക്സിജനും ശരിയായി കിട്ടിയാൽ മാത്രമേ ഊർജം ശരിക്കും ശരീരത്തിൽ വർക്ക് ചെയ്യുള്ളൂ. ശരിയായ ഊർജ പ്രവാഹം നടന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് എനർജൈസ് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. ബേസിക് സയൻസ് ആണ്. ബ്ലഡ് സർക്കുലേഷനോ എന്ത് വേണമെങ്കിലും വിളിച്ചു, എങ്ങനെ വിളിച്ചാൽ ആ സംഭവം നമുക്ക് ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ മറ്റൊരു മൂഡിലേക്ക് പോകുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സഹോദരിമാരെ, സഹോദരന്മാരെ, എത്ര പേര് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നുണ്ട്? എക്സസൈസ്, യോഗ ചെയ്യുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? കാലുവേദന, കൈവേദന, ദേഹവേദന, കഴുത്ത് വേദന, വാർദ്ധക്യം അല്ലെങ്കിൽ നടുവേദന, ഇതെല്ലാം പറഞ്ഞു നിൽക്കുന്ന ആൾക്കാർക്ക് ആരെങ്കിലും കൃത്യമായി എക്സസൈസ് ചെയ്യുന്നുണ്ടോ? ഈ ശരീരം, ഒരു വണ്ടി വാങ്ങിച്ചു വെച്ചു, ആ വണ്ടി ഒരു കാര്യം ഉപയോഗിക്കാതെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി പിന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ വേദനയ്ക്കുള്ള പ്രധാന കാരണം എവിടെയാണ്? നമ്മുടെ ആരോഗ്യത്തിന് പ്രധാന കാരണം. ആ ശരീരം വേദനിക്കുമ്പോൾ ആ ശരീരത്തിൽ കുടികൊള്ളുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന മനസ്സിന് എന്ത് സംഭവിക്കും? ശരീരത്തിൽ ഊർജപ്രവാഹം ശരിയായി നടക്കുന്നില്ലെങ്കിൽ അതിലുണ്ട് എന്ന് നമ്മൾക്ക് തീരുമാനിച്ച മനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും? സെയിമല്ലേ? ഒരു വർക്കും ചെയ്യാതിരിക്കുന്ന മനസ്സ്, എപ്പോഴും മനസ്സ് പറയണു വയ്യ വയ്യ, എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ടാവില്ല, ഞാൻ അങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ, ഞാൻ നേരെ കസേരയിൽ നേരെ ഇരുന്നാൽ എന്റെ നടുവേദനിക്കും, ചാരി മാത്രമേ ഞാൻ ഇരിക്കുള്ളൂ, ഇത് എന്റെ ശീലമാണ്, എനിക്ക് അങ്ങനെ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള കുറെ അരുതായ്മകൾ, ഇല്ലായ്മകൾ, കംഫർട്ട് സോണിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ട് നമുക്ക് ഊർജം ഉണ്ടാവില്ല. ആ ഊർജമില്ലാത്ത നമ്മൾ എന്നിട്ട് പറയുന്ന എതിനെയാണ്? നമ്മൾ തന്നെ ഊർജം വരുത്താതെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന പിന്നെ ആരെയാണ്? എന്നെ തന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നു. എനിക്ക് പറ്റുന്നില്ല. അയ്യോ, എന്നിട്ട് പറയും, അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ഇങ്ങനെ തന്നെ ആയിപ്പോയി സാറേ, ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്റെ ജീവിതം, ഇതെങ്ങനെ മാറ്റാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന് ഒരാളോട് നിങ്ങൾക്ക് മാറ്റം ആവശ്യമാണോ എന്ന് ചോദിച്ചപ്പോൾ മാറ്റം എനിക്ക് വേണം, നിർബന്ധമായിട്ട് വേണം. നാളെ രാവിലെ ഒരു 6 മണിക്ക് എഴുന്നേറ്റിട്ട് ഒരു 2.5 കിലോമീറ്റർ ഓടാവോ? അയ്യോ സാറ് ഓടുകയും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ശരീരത്തിൽ മാറ്റം വേണം, പക്ഷെ ശരീരം അനക്കിക്കൊണ്ടുള്ള പരിപാടി പറ്റില്ല. 2 കാര്യങ്ങൾ പറ്റില്ല. ശരീരം അനക്കാൻ പറ്റില്ല, മനസ്സുകൊണ്ട് യാതൊരു തരത്തിലും, അതായത് ചിന്തകൾ കൊണ്ട് ഒരു തരത്തിലും ആക്ടിവിറ്റി ചെയ്യാനും പറ്റില്ല. മാറ്റം വേണോ? ഇങ്ങനെയുള്ളവർക്ക് മാറ്റം വേണോ? ഉണ്ടാവോ? ഞാൻ ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി പറയുന്ന കാര്യങ്ങളുണ്ട്. എക്സസൈസിന്റെ കാര്യവും ആരോഗ്യത്തിന്റെ കാര്യവും ഒക്കെ വളരെ വിശദമായി പറയുന്നു. ജേണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന കോഴ്സിൽ വരുന്ന ആദ്യകാലത്ത് വരുന്ന ആൾക്കാരുടെ ഞങ്ങളുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമമായിരുന്നു എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്തിട്ട് മാത്രമേ വരാവൂ. അതിന്റെ റിസൾട്ടുകൾ എല്ലാവരും അനുഭവിച്ചത്. ഞാൻ തമാശ പറയണില്ല കേട്ടോ, തമാശ പറഞ്ഞു, ഞാൻ വേറെ വെറുതെ പറയണല്ല. ഇത് എക്സ്പീരിയൻസിന്റെ പറയാണ്. ഞാൻ എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് പറയാം, അതും കൂടി കണക്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സസൈസ് ചെയ്യാൻ അറിയില്ല, 10 മിനിറ്റ് നടന്ന കാലുവേദന, കൈവേദന, എത്രയോ ഒരു 15, 25, 30 വർഷങ്ങളോളം ഞാൻ എന്റെ കാലുവേദനയുമായി നടന്നു, മുട്ടുവേദനയായി നടന്നു, കൂടുതൽ നിൽക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ നടന്ന ഒരാളാണ്. ഈ കാണുന്നൊന്നുമല്ല. ഈ പ്രോസസ്സിലേക്ക് നിലത്ത് താഴെ ചമ്രം പടിഞ്ഞ് ഇരിക്കാൻ പറ്റില്ല, കാരണം കാല് ഫ്ലെക്സിബിൾ ആവില്ല, വലിയ കാലാണ്. ഞാൻ 6 അടി 3 ഇഞ്ച് നീളമുണ്ട് കേട്ടോ. ഈ കാണുന്നതല്ല, എഴുന്നേറ്റ് എന്ന് നിങ്ങൾ അറിയും, അത്രയും വലിയ മനുഷ്യനാണ്. താഴെ ഇരുന്നാൽ എന്റെ കാല് വലുതാണ്, അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. എന്റെ കാല് വലുതായതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. 40 വയസ്സ് വരെ ഞാൻ ഇരുന്നിട്ടില്ല. അപ്പൊ ഇപ്പൊ എത്ര വയസ്സായി എന്നല്ലേ അത് നിങ്ങൾ അറിയണ്ട കേട്ടോ. തൽക്കാലം ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നില്ല. എന്നിട്ട് പിന്നെ ഞാൻ തീരുമാനിച്ചു, എന്താണോ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ കരുതുന്നത് അത് മുഴുവൻ ഞാൻ ചെയ്യും. എന്താണോ എനിക്ക് പറ്റില്ലെന്ന് ഞാൻ കരുതുന്നത് അത് മുഴുവൻ ഞാൻ ചെയ്യും. എന്ത് വേണമെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് 1 മണിക്കൂർ താഴെ ഇരുന്നിട്ട് ഒരു വിഷയമില്ലാതിരിക്കും. കാലുവേദന, കൈവേദന ഉള്ള എല്ലാ ദിവസവും 1 ദിവസം പോലും ഞാൻ മുടങ്ങാതെ എക്സസൈസ് ചെയ്യും. എനിക്കിപ്പോ കാലുവേദനയില്ല, കൈവേദനയില്ല. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ 6-8 മണിക്കൂർ നിന്ന് ഞാൻ സംസാരിക്കുന്നു, ഒരു വിഷയമില്ല. ശരീരത്തിൽ യാതൊരു തരം
വിഷമതകളും നമുക്ക് അനുഭവിക്കേണ്ടതില്ല. ഫുൾ എനർജിയാണ്, എപ്പോഴും ഊർജ്ജസ്വലനാണ്. ഇത് ബിക്കോസ് ഓഫ് യോഗ ആൻഡ് സോറി മെഡിറ്റേഷൻ ആൻഡ് എക്സസൈസ്. യോഗയും എക്സസൈസ് ആണ്. യോഗ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനേക്കാളും ബെനിഫിറ്റ് ആണ്. എനിക്ക് യോഗ ചെയ്യാൻ എന്തോ എനിക്ക് പറ്റിയിട്ടില്ല, ഇതുവരെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതുവരെ പറ്റിയില്ല. യോഗ അറിയാം, ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജേണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾ എപ്പോഴും പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് കരുതരുത്. അതൊരു സിമ്പിൾ കോഴ്സ് അല്ല. ഒരുപാട് ഡീപ്പ് തലങ്ങളിലേക്ക് പോയി നമ്മുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിന് നടക്കുന്നത്. അത് ആരോഗ്യമായി കഴിഞ്ഞാലോ ശരീരം മനസ്സിനെ പറ്റി ആയിക്കഴിഞ്ഞാലും എല്ലാത്തിനെയും പ്രോഗ്രാം ചെയ്ത് നിങ്ങളുടെ ഏറ്റവും ബെറ്റർ വേർഷനിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു സംഭവമാണ്. അതിനോട് ഞാൻ പറയുന്നത്, ഇത്തരം ക്ലാസ്സുകളിൽ എനിക്ക് ചെറിയ ചെറിയ ടിപ്സുകൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കൂടുതലായിട്ട് ടിപ്പുകളല്ല, കാരണം ഇത് വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലെ കുറെ മാലിന്യങ്ങളെ എടുത്തു കളയാൻ സാധിച്ചാൽ മാത്രമാണ് ഇതൊക്കെ വർക്ക് ചെയ്യുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ? ഞാൻ ഒന്നുകൂടി ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്നുകൂടി ഞാനൊരു 10 മാലിന്യങ്ങൾ പറയാം. ഇതിൽ നിങ്ങൾക്ക് എത്ര എണ്ണം നിങ്ങൾക്ക് ഉണ്ട് എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റാത്തിടത്തോളം കാലം നിങ്ങളുടെ മാനിഫെസ്റ്റേഷനോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളോ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കുക. കാരണം ഇതൊക്കെ നമ്മുടെ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റമായി മാറുകയും ബ്ലോക്കിംഗ് ആയി മാറുകയും ചെയ്യും. 10 മാലിന്യങ്ങൾ വീണ്ടും എന്ന് പറഞ്ഞു തരാം. ഇതിനു മുമ്പ് ഒരു ദിവസം ഇതേ മാലിന്യങ്ങളെ പറ്റി പറഞ്ഞാണ് ഇതെന്നും പറയുന്നതാണ്. പക്ഷെ അതിൽ ചില ആള് ഉണ്ട് എന്ന് പറയും, ചിലവർക്ക് ഇല്ലാന്ന് തോന്നും. വേണോ ആൾക്കാർക്ക് 10 മാലിന്യങ്ങളുടെ പേരൊന്നുകൂടി വേണോ? വേണം. ഒന്ന് എഴുതി വെച്ചോളൂ, എന്നിട്ടൊന്ന് സ്വയം വിശകലനം ചെയ്തോളൂ. ഇതെനിക്കുണ്ടോ, ഇത് ഞാൻ മാറ്റണമോ, അല്ലെങ്കിൽ ഇതെനിക്ക് ആവശ്യമുണ്ടോ എന്ന്. ഇത് വേണ്ടാത്ത സാധനമാണ് എന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇതിന്റെ തോത് എത്രയാണെന്ന് അറിഞ്ഞാൽ മതി. ഇപ്പൊ എനിക്കതുണ്ട് സാറേ, ഞാൻ ജേണി ടു ഹാപ്പിനെസ് ജോയിൻ ചെയ്യാൻ നാളെ മുതൽ എടുത്തു കളയുന്ന, അങ്ങനെയൊന്നും എടുത്തു കളയാൻ പറ്റിയ സാധനങ്ങളൊന്നും അല്ല കേട്ടത്. അതിൻ്റെതായ പ്രോസസ് നടക്കും. 10 മാലിന്യം. ആഹാ, ഇപ്പൊ ഞാൻ പറയേണ്ടി വന്നു. നോക്ക്, നിങ്ങൾ എന്റെ കുട്ടികള് ഞാൻ പറയുന്നതിന് മുമ്പേ അവിടെ എഴുതി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ എന്താ പറയാ? 10 മാലിന്യങ്ങളെ ഒന്ന് എഴുതി വെച്ചോളുക. ഇത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടെന്നാണ് പ്രിൻസി പറഞ്ഞത്. എല്ലാം നിങ്ങൾക്ക് ഉണ്ടെന്ന ഒന്നുമില്ല എന്നാണ്. ഏതായാലും ഉണ്ടെന്ന് എഴുതി. ഒന്നാമത്തെ കാര്യം, എത്ര പേർക്ക് നാണക്കേട് എന്ന സ്വഭാവമുണ്ട്? ഒരു സംഭവമുണ്ട്, നാണക്കേട്. ഒന്നാമത്തെ കാര്യം നാണക്കേടാണ്. നാണക്കേടുള്ളവർ ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചോ, ഞാൻ നാണക്കേടുള്ള ഒരാളാണ്. രണ്ടാമത്തത് അപകർഷതാബോധം. അപകർഷതാബോധം എന്താണെന്നറിയുമല്ലോ അല്ലെ? അപകർഷതാബോധം നിങ്ങൾക്കുണ്ടോ? കഴിവുകേടുകളെ പറ്റിയുള്ള സ്വന്തം കഴിവുകേടുകളെ പറ്റിയുള്ള അതിയായ ബോധത്തിനെയാണ് അപകർഷതാബോധം എന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് വയ്യ, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ കാണാൻ കൊള്ളില്ല. എനിക്ക് ഇവിടെ ആരും അങ്ങനെ പറയുന്നവരില്ല. ഞാൻ കാണാൻ കൊള്ളില്ല, ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ്ട്, എനിക്ക് എപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ സാറേ, ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെ സംഭവിക്കുള്ളൂ എന്ന് പറയുന്നതാണ് അപകർഷതാബോധം. ഇതുണ്ടോ നോക്കുക. മൂന്നാമത്തെ കാര്യം, നിരാശ. ഇപ്പൊ 100% ആൾക്കാർക്കുണ്ടല്ലേ പൊതുവെ നിരാശയാണ്. എത്ര പേർക്കുണ്ട് നിരാശ? ഒന്ന് പറഞ്ഞ്. നിരാശയുള്ളവരൊന്ന് കൈവക്കി, അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ. മീ എന്ന് പറഞ്ഞു. ആരും മിണ്ടില്ല കേട്ടോ. എന്റെ ക്ലാസ് സ്ഥിരമായി കളിക്കുന്നത് പറയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ മോശം. നിങ്ങൾക്ക് ഉണ്ടോ പറഞ്ഞോ, ഒരു വിഷയമില്ല. യെസ്, ഉണ്ട് നിരാശ. നാലാമത്തെ കാര്യം, പശ്ചാത്താപം എന്ന് പറയുന്ന സാധനം. പശ്ചാത്താപം ഉണ്ടോ? കുറെ പേര് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പശ്ചാത്താപം സാറേ, പശ്ചാത്താപം, ഐ ആം സോറി, എനിക്ക് പറ്റിപ്പോയി, അങ്ങനെ സംഭവിച്ചു. വോയിസ് വിടണ്ട. പശ്ചാത്താപമുണ്ട്. ഇതെല്ലാം ഉള്ളവർ അളവ് പോലെ നോക്കിയാൽ മതി. ചില ആളിത് കഴിഞ്ഞപ്പോ തന്നെ വിട്ടുപോയി ഇടുന്നുണ്ട്. ഇതൊന്നും കേൾക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്നല്ല. ഭയം എല്ലാവർക്കും ഉണ്ടാവും അല്ലെ? ഭയമില്ലാത്തവർ ആരെങ്കിലും ഉണ്ട്? എല്ലാവർക്കും ഭയമുണ്ട്. ഭയം, ഇതൊക്കെ മാലിന്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല കേട്ടോ. ആറാമത്തെ സാധനം ആർക്കും ഉണ്ടാവില്ല, എനിക്കും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല. അതിന്റെ പേരാണ് അഹങ്കാരം. ആരെങ്കിലും ഇവിടെ അഹങ്കാരി ഉണ്ട്? ഒരാളെ കാണിച്ചു തരാൻ പറ്റും? ആർക്കും ഉണ്ടാവില്ല അഹങ്കാരം. ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്? ഭ്രാന്താശുപത്രി കൊണ്ടുപോയിട്ട് നിനക്ക് വട്ടാണ്, വട്ടനെ ആശുപത്രി കൊണ്ടുപോയിട്ട് നിനക്ക് വട്ടാന്ന് പറഞ്ഞാൽ അവൻ പറയും
സോറി ഡോക്ടർക്കാണ് വെട്ട് എന്ന് പറയുന്ന പോലെ എന്നോട് ആരും വിളിച്ച് സാറിന് അഹങ്കാരം ഉണ്ടോ ഞാൻ പറയാ ഞാൻ എത്ര സിമ്പിൾ, എനിക്ക് അഹങ്കാരം എന്തെന്ന് അറിയത്ത് പോലും ഇല്ല അല്ലേ, അങ്ങനെ പറയുള്ളൂ. ഇതാണ് ഇതിന്റെ മാത്രം ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇത് എന്നെ തന്നെയാണെന്ന് ചിലർ പറയുന്നത്. എന്നെ തന്നെയാണ്, എന്നെ ഉദ്ദേശിച്ചല്ല, ഇത് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞിട്ട്, നിങ്ങൾ ആരെ പറ്റി ഉദ്ദേശിച്ചല്ല. പ്രതികാരം, അയാൾ എന്നോട് അങ്ങനെ ചെയ്തു, വിടാൻ പറ്റില്ല. ഭർത്താവിന് വഴക്ക് പറഞ്ഞു, എന്തെങ്കിലും ഞാൻ തിരിച്ചു കൊടുക്കും, ഒരു ചാൻസ് എനിക്ക് കിട്ടും. ഭാര്യ ഇന്ന് എനിക്ക് ഭക്ഷണം തന്നപ്പോൾ ഉപ്പ് കുറച്ച് കൂടിപ്പോയി, അവിടെ ഞാൻ വിടൂല, ഏതെങ്കിലും ഒരു സമയം എനിക്ക് കിട്ടും, തിരിച്ച് ഞാൻ കൊടുത്തിരിക്കും അല്ലെ. പ്രതികാരം, ഞാൻ സിമ്പിൾ പ്രതികാരങ്ങളാണ് പറഞ്ഞു, വലിയ വലിയ പ്രതികാരങ്ങൾ വേറെ ഉണ്ട് കേട്ടോ, അതിലേക്കൊന്നും പോയില്ല ഞാൻ. നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്ത പ്രതികാരങ്ങളെ പറഞ്ഞു. പ്രതികാരം വളരെ വിനാശകരമായ കാര്യമാണ്. എട്ടാമത്തെ കാര്യം കോപം. പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എന്ത് പറഞ്ഞു രണ്ടാമത്തിൽ നമുക്ക് ആ സാധനം വന്നിരിക്കും അല്ലെ. ഒമ്പതാമത്തത് അസൂയ. എന്താ ഞാൻ പഠിപ്പിച്ച ഇവിടെ മുമ്പ് പറഞ്ഞതൊക്കെ എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ട്. സോ ഐ ആം സോ ബ്ലെസ്ഡ്, സോ ബ്ലെസ്ഡ്. എല്ലാവരും. ഒമ്പതാമത്തെ കാര്യം അസൂയ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇല്ല. ആർക്കും ഇപ്പൊ അസൂയല്ല? ഇവിടെ ആർക്കും അസൂയ ഉണ്ടോ? അസൂയല്ല. നമ്മളെ വീട്ടിലെ കറണ്ട് പോവുകയും അപ്പുറത്തെ വീട്ടിൽ ബൾബ് കത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അറിയാം നമുക്ക് അസൂയ ഉണ്ടോ. നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി, ഇൻവെർട്ടറൊന്നും വർക്ക് ചെയ്യുന്നില്ല, കറണ്ട് ഇരുട്ടാണ്, നേരെ നോക്കുന്നുണ്ട് ഡോറ് തുറന്നിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക്, അവനവിടെ കറണ്ട് ഉണ്ട്, തീർന്നു, നമ്മുടെ വെടി തീർന്നു അവിടെ അല്ലേ. അസൂയ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അപ്പം അറിയാം. ഇതേ ഉള്ളൂ അസൂയൊക്കെ. ടെസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇതൊക്കെ കേട്ടോ. ആരെങ്കിലും ഒരു നല്ല പുതിയ വണ്ടി മേടിച്ച് മുമ്പിലേ പോയാൽ മതി. ഇന്നലെ വരെ അവൻ ബൈക്കിലായിരുന്നു പോയത്, ഇന്നതേ കാറ് മേടിച്ചിട്ട് പോയിരിക്കും. അസൂയ ഉണ്ടോ എന്ന് നോക്കണ്ട, ഒന്ന് നോക്കി എവിടുന്നോ കുറച്ച് അവൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ എവിടുന്ന് ഇപ്പൊ കാറ് മേടിക്കുന്നത്, അവൻ എവിടുന്ന് കിട്ടി? അവൻ ലോൺ എടുത്ത് ഒറ്റ പൈസ ഉണ്ടാ, ഫുള്ള് ലോണായിരിക്കും. എന്നാലും നമ്മൾ പറയുന്ന പറയും എവിടുന്നോ എന്തോ തരയണം അല്ലേ. പത്താമത്തത് അസഹിഷ്ണുത എന്ന് പറയുന്ന സാധനം. ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് വെച്ചല്ലോ. ഇനിയാണ് നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നത്. ഇത് അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇത് ഉള്ളവർ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് മാറ്റാനുള്ള വഴിയാണ് നമ്മുടെ ജേർണി ടു ഹാപ്പിനെസ് എന്ന് മനസ്സിലാക്കുക. അതിലാണ് ഇത് മാറ്റുക. ഞാൻ അതിലേക്കല്ല വരുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം, ശ്രദ്ധയോടെ ചെയ്യണം. നിങ്ങൾക്ക് എത്ര പേർക്ക്, പണ്ടൊരു പിങ്കാനയെ കഥ പറഞ്ഞ പോലെയാണ്, എത്ര പേർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നു എന്നത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം ഇവിടെ വെച്ച് മാറി എന്ന് നിങ്ങൾക്ക് പ്രഖ്യാപിക്കാം. നിങ്ങൾ ഇപ്പോ പറഞ്ഞതെല്ലാം നിങ്ങളിൽ 10 മാലിന്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ ആളും വിശ്വസിക്കുക, അവിടെ ഇരിക്കട്ടെ. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യത്തെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ഇതൊന്നും നിങ്ങളുടെ വിഷയങ്ങളായിരിക്കില്ല എന്ന് തെളിയിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അത് വേണോ? ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ സൂക്ഷ്മതയോടെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. എല്ലാവരും തയ്യാറായിരിക്കുക. ഇതൊരു എക്സസൈസ് ആണ്, കുറച്ച് സമയം എടുക്കുന്ന എക്സസൈസ് ആണ്, പക്ഷെ ഇതിലൂടെ നിങ്ങളുടെ ജീവിതം മാറ്റാം. ഞാനൊരു ടെക്നിക്കാണ് പഠിപ്പിക്കുന്നത്. റെഡിയല്ലേ? ഇതെല്ലാം ഉണ്ട്, എഴുതി വെച്ചല്ലോ, ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മറ്റു പരിലേക്ക് പോവാം. ഇതിന്റെ പേരാണ്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് ഒരു ദിവസം സാധാരണ മനുഷ്യന് 60,000 മുതൽ 70,000 വരെ ചിന്തകൾ നമ്മുടെ മസ്തിഷ്കത്തിലൂടെ ഓടുന്നു എന്നാണ് പറയുക. ആണല്ലോ? എവിടെ പോയി നമ്മുടെ കാൽക്കുലേറ്റർ? ഒരു മിനിറ്റ്. ഇരുപത്തിനാല് മണിക്കൂറിൽ 60,000 മുതൽ 70,000, നമുക്കൊരു 65,000 ആവറേജ് എടുക്കാം. രണ്ട് കാലം 65,000 തോട്ട്സുകൾ ഒരു ദിവസം നമ്മുടെ മൈൻഡിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരു മണിക്കൂറിൽ 2,708 ചിന്തകൾ വരും. അപ്പോൾ ഒരു 2,708 ഡിവൈഡ് ബൈ
2708 ഡിവൈഡ് ബൈ നമുക്കതിനെ 60 മിനിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 45 തോട്ട്സുകൾ നമ്മുടെ ഒരു നിമിഷത്തിൽ വരുന്നു. ഇതാണ് കണക്ക് നമ്മൾ, അല്ലെ? ഒരു നിമിഷത്തിൽ വരും. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചിന്തിക്കുമ്പോൾ എത്ര സെക്കൻഡ്സ് സമയമായിരിക്കും നിങ്ങൾക്ക് അതിന് ചിന്തിക്കാൻ പറ്റുക? അറിയാലോ, നിങ്ങൾക്കൊരു വണ്ടി വേണം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാണ് ഒരു വണ്ടി വേണം. എത്ര സെക്കൻഡ്സ് നിങ്ങൾക്ക് ആ വണ്ടി വേണമെന്ന് വിചാരിക്കാൻ പറ്റും? ഒന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയ നിങ്ങൾക്കൊരു വണ്ടി വേണം, എത്ര സെക്കൻഡ് ആ വണ്ടി വേണം എന്നുള്ള തോട്ട്സ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും? ഇവിടുത്തെ ഇതേ കണക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റിൽ 45 ചിന്തകൾ കയറി വരും, അല്ലേ? 1 മിനിറ്റ്. അപ്പോൾ നമുക്ക് 1 മിനിറ്റ്, ഒരു സെക്കൻഡിൽ കൂടുതലോ മാക്സിമം പോയാൽ 2 സെക്കൻഡും ആയിരിക്കും ആ ചിന്തകൾക്ക് അവിടെ സ്വാധീനം ഉണ്ടാവുക. അതിൽ കൂടുതലില്ലല്ലോ. അവിടെ മാറിയില്ലേ, പുതിയ വന്നില്ലേ, വേറെ വന്നില്ലേ? ഇനി അത് റിപ്പീറ്റ് ആയി വന്നു കഴിഞ്ഞാൽ 4-5 സെക്കൻഡ്സ് വരും. അത് കഴിയുമ്പോൾ അത് വിടും. മാനിഫെസ്റ്റേഷനിൽ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണോ നിരന്തരമായി നിങ്ങൾ ചിന്തിക്കുന്നത്, എന്തിനാണോ നിരന്തരമായി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അത് ലഭിക്കും, അല്ലെ? സാധാരണ രീതിയിൽ 4-5 സെക്കൻഡ് മാത്രം ചിന്തിക്കുന്ന ഒരു കാര്യം ബാക്കിയുള്ള സമയത്തെല്ലാം മറ്റു കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കുമോ? കാൽക്കുലേഷൻ മനസ്സിലായോ? ക്ലിയർ ആയി കിട്ടിയോ? എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങളിലേക്ക് വരാത്തതിന്റെ പരിപാടി മനസ്സിലായോ? എവിടെയാണ് സംഭവിക്കുന്നത്? 1 മിനിറ്റിൽ തന്നെ 45 കാര്യങ്ങൾ നിങ്ങളെ തലയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ദിവസം എത്ര ആവശ്യമായിരിക്കും ഉണ്ടാവുക? ഫോക്കസ് എത്ര കിട്ടും? സൈക്കോളജിയിൽ, അതായത് ഈ റിസർച്ച് നടക്കുന്ന ആൾക്കാർ പറയുന്നത് നമുക്ക് മാക്സിമം ഒരു കാര്യം ചിന്തിക്കാൻ പറ്റുന്നത് 5 സെക്കൻഡ് വരെയാണ്. അത് കഴിയുമ്പോൾ അത് മാഞ്ഞു പോകും, പുതിയ വരും. ഇവിടെ അതിന് ഉള്ള ഒരു നിയമമാണ് ഞാൻ ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, ലഭിക്കേണ്ട സാധനമാണെങ്കിൽ നിങ്ങൾ അതിനെ 17 സെക്കൻഡ് 17 സെക്കൻഡ് നിങ്ങൾക്കത് ചിന്തിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് 17 സെക്കൻഡ് റൂൾ എന്ന് പറയുന്ന സാധനം. 17 സെക്കൻഡ് ഒരുപാട് ആൾക്കാർ വിജയിച്ച ഒരു കാര്യമാണ്. ലോകപ്രശസ്തനായ ആൻഡ്രോ കർണിഗി എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരന്റെ ജീവിതം എടുത്തു നോക്കിയപ്പോ അയാളുമായിട്ടുള്ള ഒരു സ്പീച്ച് മധ്യ അയാൾ പറഞ്ഞൊരു കാര്യം ഇത്രയാണ്: നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയ സമ്പത്ത് ഉണ്ടാക്കിയത്, ഇത്രയും വലിയ വ്യവസായം കെട്ടിപ്പടുത്തതെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്താൽ 5 മിനിറ്റ് നേരം വരെ എനിക്ക് അത് തന്നെ പിടിച്ചിരിക്കാൻ പറ്റും. അപ്പോൾ ഫുള്ളായിട്ട് എനർജി അതിൽ കൊടുക്കാൻ പറ്റും. പിന്നെ അത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ഇത് ജഗ്ഗി വാസുദേവ് പറഞ്ഞൊരു കഥയാണ്. എപ്പോഴും പുള്ളി പറയും, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെ അങ്ങനെ അങ്ങ് കണ്ടു നിൽക്കാൻ പറ്റുമോ, അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. 17 സെക്കൻഡ് റൂൾ. അപ്പൊ 17 സെക്കൻഡ് മുതൽ അതിന്റെ 4 മൾട്ടിപ്ലിക്കേഷൻ 68 സെക്കൻഡ് വരെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ, അതായത് 17 17 17 17 14 പ്രാവശ്യം ഒരു തടസ്സവുമില്ലാതെ ഏതെങ്കിലും ഒരു സംഭവത്തെ ഫോക്കസ് ചെയ്യാൻ സാധിച്ചാൽ ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. യാതൊരു തർക്കമില്ല. എങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ. അത്രയും തോട്ട്സ് പ്രോസസ്സുകൾ നമുക്ക് കുറയുകയും നമുക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു. റെഡി ആയോ? ഇത് വെച്ചിട്ട് നമുക്കൊന്ന് പരീക്ഷണം നോക്കിയാലോ? ഒന്ന് എത്ര പേർക്ക് ഇത് ചെയ്യാൻ പറ്റും നോക്കാം നമുക്ക്. റെഡി ആണെങ്കിൽ യൂട്യൂബ് വീഡിയോ കാണുന്നവരോടുള്ള ഒരു അഭ്യർത്ഥന, ഈ ശേഷം നിങ്ങൾ വണ്ടി ഓടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും യന്ത്രസാമഗ്രികൾ വർക്ക് ചെയ്യിപ്പിക്കുകയോ കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക. എന്നിട്ട് നിങ്ങൾ ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് മാത്രമേ കാണാവൂ. വീഡിയോ പോസ് ചെയ്യുന്നതിന് മുമ്പ് 1 മിനിറ്റ് ഒന്ന് നിൽക്കണേ. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. ഇതിന്റെ ബാക്കി റിപ്പോർട്ട് നാളെ കിട്ടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
അപ്പൊ ഇവിടെയുള്ള കുറെ ആൾക്കാർ ചാനലിൽ കേട്ടിട്ടേ ഇല്ലാന്ന് തോന്നുന്നു, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ നാളെ പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ എല്ലാവരും. അപ്പൊ 70 സെക്കൻഡ് റൂൾ മനസ്സിലായാലും നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഇതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതൊന്ന് എഴുതിയേ ആ ബുക്കിലേക്ക്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, അതായത് ഈ 17 സെക്കൻഡ്സിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഞാനൊരു കാര്യം എഴുതിയിട്ടുണ്ട്, എനിക്ക് ഇന്ന ദിവസം ഇത്ര പൈസ കിട്ടണം. ഇതാണ് എന്റെ ഒരു ഇന്റൻഷൻ എന്റെ ഒരു ഇത് പറയാണ്. നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം എഴുതുക. 1 2 നിങ്ങൾക്ക് എത്ര തിങ്ക് ചെയ്യാൻ പറ്റും അത്ര ഒന്ന് എഴുതിക്കൊള്ളു. ചെറുതായിട്ട് ഇപ്പൊ ആദ്യം ആയതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് ആലോചിക്കും. ഇനി അത് ആലോചിക്കാൻ പറഞ്ഞപ്പോ ബാങ്കുകാർ നാളെ കടത്തിന് വിളിക്കും, അതുകൊണ്ട് എന്റെ കടം വീടണേ എന്ന് ആലോചിച്ച് വെക്കരുത് ദയവ് ചെയ്ത്. കാരണം ഡെയിലി ഞാൻ തന്നെ കേട്ടിട്ട് തല കറങ്ങുന്നതാണ് കടത്തെ പറ്റിയിട്ട്. അപ്പൊ കടമല്ല വേണ്ടത്, പണം വരണമെന്ന് മാത്രം എഴുതിയാൽ മതി. കടം വീടണേന്ന് എഴുതുക, അല്ലെങ്കിൽ സ്വർണ്ണ പണയ വസ്തു തിരിച്ചെടുക്കണമെന്നൊന്നും എഴുതിയേക്കരുത് കേട്ടോ. നിങ്ങൾക്ക് പണം കിട്ടിയാൽ അത് നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് പണമാണ്, പണം വരണേന്ന് എഴുതിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും എക്സാമിന് പാസ്സാവണമെങ്കിൽ ആ എക്സാമിന്റെ റിസൾട്ട് വരുന്നതായിട്ട് എഴുതി വെക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധമാണ് നല്ലതാണെങ്കിൽ ആ ബന്ധത്തിന്റെ ആള് നിങ്ങളുടെ വിളിച്ചു എന്നോ കോൾ ചെയ്തു എന്നോ ഒക്കെ എഴുതി വെക്കുക. അല്ലെങ്കിൽ പുതിയ കോളേജ് സ്റ്റുഡൻസ് ആരും ഇല്ലല്ലോ, കോളേജ് സ്റ്റുഡൻസ് എന്നല്ല ബാച്ചിലേഴ്സ് ആരും ഇല്ലല്ലോ അല്ലെ, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഒരു ബന്ധം ഉണ്ടാവുന്നതിനെ പറ്റി എഴുതി വെക്കാം, അവരെ കണക്ട് ചെയ്യുന്നത് എഴുതി വെക്കാം. അതുമായിട്ട് എന്ത് വേണമെങ്കിലും, ബിസിനസ്, നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് അടുത്ത ദിവസം കിട്ടുന്നതായിട്ട് എഴുതി വെക്കാം. എന്തായാലും വ്യക്തമായി എഴുതി വെക്കാം. എഴുതിയോ? എല്ലാവരും എഴുതി കഴിഞ്ഞു? എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല, അതുകൊണ്ട് എഴുതി കഴിഞ്ഞു അറിയില്ല. ബിസിനസ്സുകാർക്ക് എഴുതി വെക്കാം 2 ദിവസം കഴിയുമ്പോൾ ഇത്ര ബിസിനസ് വരുന്നതായിട്ട്. അല്ലെങ്കിൽ ജോലിക്ക് അന്വേഷിക്കുന്ന ആൾക്ക് നിങ്ങൾക്ക് ജോലി കിട്ടിയതായിട്ട് അനുഭവിക്കുക. എന്താണോ നിങ്ങൾക്ക് എഴുതേണ്ടത് അത് കൃത്യമായി എഴുതുക. അത് ഏത് തരത്തിലുള്ള കാര്യമായാലും കുഴപ്പമില്ല, പക്ഷെ എഴുതുമ്പോൾ പോസിറ്റീവ് ടെൻസ്, പ്രസന്റ് ടെൻസിൽ എഴുതണം, കിട്ടിയതായി എഴുതണം. എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് എഴുതരുത്, കിട്ടി എന്ന രീതിയിൽ തന്നെ വേണം എഴുതാനായിട്ട്. ഞാൻ പറയാം, എനിക്ക് ഇത്രയും നാളെ കഴിയുമ്പോൾ എനിക്ക് ഇത്രയും തുക, ഒരു മണിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഇത്രയും തുക കിട്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ എഴുതുന്നത്. ഞാനും എഴുതാൻ നിങ്ങൾ കൊടുക്കുന്നത് വിഷയം. യെസ്, ഓക്കെ. എഴുതിയല്ലോ, എല്ലാവരും എഴുതിയല്ലോ? എഴുതിയില്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, അതിനെ ശരിക്കും നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് ആ സാധനത്തെ ശരിക്കും നിങ്ങളുടെ മനസ്സിൽ കാണുക. പൈസയാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ, അത് കറൻസി ആയിട്ട് കിട്ടാനാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ, ആ കറൻസി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായി നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. എങ്ങനെ കിട്ടുന്നു, എവിടെ വെച്ച് കിട്ടുന്നു, ഏത് നോട്ടുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, ഏത് നോട്ടാണ് അവർ കൊണ്ടുതന്നത്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ കാണുക. ആദ്യം ചിത്രമായി കാണുക. അക്കൗണ്ടിലാ വന്നതെങ്കിൽ നിങ്ങൾക്ക് വരുമല്ലോ അല്ലെ, SMS വരുമല്ലേ, 100,000 ക്രെഡിറ്റ്, ₹100,000 credited to your account and dated on so and so എന്ന് നിങ്ങൾ കൃത്യമായി കാണുന്നു. അല്ലെങ്കിൽ ഒരു ബന്ധമാണെങ്കിൽ നമ്മുടെ ഭർത്താവ് മിണ്ടാതെ കുറേ ദിവസങ്ങളായി മിണ്ടാതിരിക്കുന്ന ഭർത്താവ് ഇന്ന ദിവസം മുതൽ എന്നോട് സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് കാണുക, സംസാരം കാണുക, നിങ്ങളെ പുഞ്ചിരി കാണുക, കെട്ടിപ്പിടുത്തം ഒന്ന്, ഹഗ്ഗൊന്ന് കാണുക. തിരിച്ചങ്ങനെയായാലും ഭാര്യയായാലും ഭർത്താവ് രണ്ടും ആരായാലും, അച്ഛനും അമ്മയും മക്കളാണെങ്കിൽ മക്കളുടെ കാര്യം, അങ്ങനെ എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അത് കൃത്യമായി നിങ്ങളൊന്ന് കാണുക.
കണ്ടു. ഇനിയാണ് നമ്മൾ പ്രോസസ്സിലേക്ക് കടക്കുന്നത്. ഇതെല്ലാം കണ്ടു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇനിയാണ് പ്രോസസ്സിലേക്ക് കടക്കുന്നത്. 17 സെക്കൻഡ് സമയം ഞാൻ നിങ്ങൾക്ക് തരും. 17 സെക്കൻഡിൽ ഞാൻ ആദ്യം ടൈമർ വെച്ചിട്ടാണ് 7 എല്ലാവരും ഇനി ചെയ്യേണ്ടത്, നിങ്ങൾ എല്ലാവരും സ്വസ്ഥമായിട്ട് കണ്ണടച്ചിരിക്കുക. നല്ല സ്വസ്ഥമായിരിക്കുക. കൈയും കാലും ഒന്നും അനക്കാതെ ഒറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഇരിക്കണം. ഏതാണോ നിങ്ങൾ ഇപ്പോൾ ഉദ്ദേശിച്ചത് ഈ സാധനത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുക. ടൈമർ ഞാൻ ഇതിനകത്ത് വെക്കാം. ടെസ്റ്റ് ചെയ്യാൻ എല്ലാവരും നേരെ ഇരുന്നേ. ശില്പ കറക്റ്റ് ഇരുന്ന് കൈയൊക്കെ മാറ്റി നല്ല സ്വസ്ഥമായിട്ടിരുന്ന് നല്ല കൂളായിട്ടിരുന്ന് എല്ലാവരും കൂളായിട്ടിരുന്ന്. ആകെ എത്രയേ ഉള്ളൂ, 68 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ സാധനം 17 സെക്കൻഡ് നിങ്ങൾ എന്താണോ ചിന്തിച്ചത്, കാറ് വാങ്ങിക്കുന്നതാണ് ചിന്തിച്ചെങ്കിൽ ആ കാറിന് കീ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ആ വിഷ്വൽ മാത്രമേ നിങ്ങളിൽ പാടുള്ളൂ. പൈസ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 1 ലക്ഷം രൂപയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ 1 ലക്ഷം രൂപ നിങ്ങൾ കൈകൊണ്ട് വാങ്ങിക്കുന്നതോ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അക്കൗണ്ടിൽ വന്നതാണെങ്കിൽ അക്കൗണ്ടിൽ വന്നത് എന്ന് ഒരു രീതിയിൽ കാണുക. ഒരു ബന്ധമാണെങ്കിൽ അങ്ങനെ കാണുക. ഇപ്പൊ ഞാൻ കാണാൻ പോകുന്നത് എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇന്ന ദിവസം ഇത്ര പൈസ ലഭിച്ചതായിട്ടുള്ള SMS ആണ് ഞാൻ കാണുന്നത്. അതുപോലെ നിങ്ങൾക്ക് കൃത്യമായി കാണുക. ഓക്കെ, റെഡി? എല്ലാവരും റെഡി ആണല്ലോ? 17 സെക്കൻഡ്സ് നിങ്ങൾ അത് മാത്രമേ കാണാവൂ. ഞാൻ സ്റ്റാർട്ട് പറയും. അപ്പോൾ നിങ്ങളുടെ കണ്ണിൽ വേറെ ഒന്നും വരരുത്. ഇവിടെ യാതൊരു ശബ്ദവുമില്ല, എല്ലാം സൈലന്റ് ആണ്. അടുത്തൊന്നും ഒരു ശബ്ദമുണ്ട്. എല്ലാം സ്ട്രെയിറ്റ് നന്നായിട്ട് ഇരുന്നാൽ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ തെറ്റും. ശരിക്കും ഇരിക്കാൻ നോക്കുക. പത്മിനി, ശരിക്കും ഇരിക്കാൻ നോക്കുക. ഓക്കെ, കറക്റ്റ് ഇരുന്നു. നമ്മൾ ടൈം സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ 17 സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ വീണ്ടും അതേ വിഷൻ കൊണ്ടുവരണം. പിന്നെയും 17 സെക്കൻഡ് കഴിയുമ്പോൾ ഞാൻ വീണ്ടും കണ്ടിന്യൂ എന്ന് പറയും. അങ്ങനെ 4 തവണ ഞാൻ പറയും. ഒരു മാറ്റം വരരുത്. മാറ്റം വന്നവര് ഇപ്പോൾ എന്നോട് പറയണ്ട, നാളെ റിസൾട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ പറയൂ. ഓക്കെ, നൗ ടൈം സ്റ്റാർട്ട്. നൗ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ സാധനം മാത്രം കാണുകയാണ്. നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിച്ച കാര്യം മാത്രം കാണുകയാണ്. ഒന്നുകൂടി നിങ്ങൾ അതേ വിഷ്വൽ കാണുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച സാധനം മാത്രം കാണുകയാണ്. വീണ്ടും നിങ്ങൾ അതേ വിഷ്വൽ തന്നെ കാണുകയാണ്. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം തന്നെ നിങ്ങൾ കാണും. വീണ്ടും നിങ്ങൾ അതേ കാര്യം ഒന്നുകൂടി കാണുകയാണ്. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ച അതേ കാര്യം നടന്നതായി നിങ്ങൾക്ക് കാണുകയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. നാളെ, ഇന്നോ നാളെ എപ്പോഴാണോ നിങ്ങൾ ആഗ്രഹിച്ചത് ആ സമയത്തേക്ക് അത് സംഭവിച്ചിരിക്കുന്നു. അതിൽ ഭയങ്കര സന്തോഷത്തോടെ പുഞ്ചിരിയുടെ മുഖത്തോടു കൂടി നിങ്ങൾ തിരിച്ചു വരിക. കം ബാക്ക്. കണ്ണുകൾ തുറക്കാം. അത് സംഭവിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ വിചാരിച്ചത് അത് സംഭവിച്ചിരിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സിമ്പിൾ പ്രോസസ് ആണ്. എത്ര പേർക്ക് സെയിം കിട്ടി എന്നത് നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കി വെച്ചാൽ മതി. നാളെ അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾ എപ്പോൾ കിട്ടുന്നു എന്നാണോ നിങ്ങൾ വിചാരിച്ചത് ആ സമയത്ത് കിട്ടിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ നാളത്തേക്ക് റിസൾട്ട് വരാൻ എത്ര പേരുണ്ടെന്ന് നോക്കുക. അമേസിങ് റിസൾട്ട്. ഞാൻ
ഉറപ്പ് തരുന്നു, നാളെ നിങ്ങൾ വന്ന് പറയും. നാളെ വന്ന് പറഞ്ഞിരിക്കും. സിമ്പിൾ ആണെന്ന്. ഇനി ഇത് ലഭിച്ചില്ല, നിങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല, ഒന്നും സംഭവിച്ചില്ല സാർ, ഇതൊന്നും എന്നെ ബാധിച്ചിട്ടേ ഇല്ല, 17 സെക്കൻഡ് പോയിട്ട് ഒരെണ്ണം പോലും ഞാൻ കണ്ടിട്ട് പോലുമില്ല എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? എങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാം. ഒന്നും എനിക്ക് വന്നിട്ടേ ഇല്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ, ഇല്ലാതിരിക്കില്ല, സ്വാഭാവികമുണ്ട്, അവർക്ക് ഒരു ഗിഫ്റ്റ് തന്നേ പറ്റുള്ളൂ. അവർക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ കുറച്ച് ക്രിയ ചെയ്തേ. കിട്ടാത്ത, ഞാൻ പറഞ്ഞു മാനിഫെസ്റ്റ് ചെയ്ത് കിട്ടാത്തവർക്കാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത്. കിട്ടിയവർക്ക് ഗിഫ്റ്റ് തരുന്നില്ല. കിട്ടിയവർക്ക് അങ്ങനെ കിട്ടുമല്ലോ അല്ലെ? എന്ത് വ്യത്യാസമാണ്? കിട്ടിയവർക്ക്, നിങ്ങൾക്ക് എത്ര പേര് കിട്ടി അവർക്കാണ് ഞാൻ ഗിഫ്റ്റ് തരുന്നത്. നോർമൽ നമുക്ക് കേട്ടോണ്ടിരിക്കുന്ന പ്രൊസീജിയർ. ഇവിടെ നേരെ തിരിച്ചാണ്, കിട്ടാത്തവർക്കാണ് ഗിഫ്റ്റ് തരുന്നത്.